ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രചനയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രചന. 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. താമസിച്ചു. കാരണം എൻ്റെ ജാതകദോഷം തന്നെയായിരുന്നു. വീട്ടുകാർ അതൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഒരു അനിയത്തിയുണ്ട്. പക്ഷേ അവർ വീട്ടുകാർ പറഞ്ഞത് കേൾക്കാറേയില്ല. പണ്ടത്തെ പല കാര്യങ്ങളും പിന്തുടരുന്ന ആളുകളാണ് ഞങ്ങളുടെ കുടുംബക്കാർ. പക്ഷേ എൻ്റെ അനിയത്തി മാത്രം വ്യത്യസ്തയാണ്. അവൾക്ക് പണ്ട് തൊട്ടേ തലതെറിച്ച സ്വഭാവമാണ്. ആണുങ്ങളുമായി അടുത്തിടപഴകരുതെന്ന് എൻ്റെ അമ്മ പറയും. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കരുതെന്നും. പക്ഷേ അവൾക്ക് സൗന്ദര്യം എന്നേക്കാൾ ഇത്തിരി കൂടുതലാണ്. ഞാനും സുന്ദരിയൊക്കെ തന്നെയാണ്. എന്നാലും എന്നേക്കാൾ പൊടിക്ക് സൗന്ദര്യം അവൾക്കുള്ളത് കൊണ്ട് ആണുങ്ങൾ കൂടുതലായി അവളുടെ പുറകെ നടക്കും. എൻ്റെ പുറകെ വന്നാൽ ഞാൻ ശ്രദ്ധിക്കില്ല. മോഹങ്ങളുണ്ടെങ്കിലും അമ്മയും അച്ഛനും പറഞ്ഞതോർത്ത് ഞാൻ കടിച്ച് പിടിച്ച് നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷേ അവൾ അങ്ങനെയല്ല. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ 8ലാണ്. പല ചെക്കന്മാരും അവളുടെ പുറകെ നടക്കും. അവരുടെ കൂടെ അവൾ കടയിൽ പോയി കോലി മുട്ടായി വാങ്ങിക്കഴിക്കുന്ന ടൈപ്പാണ്. എനിക്കാണെങ്കിൽ അന്ന് ഇതൊക്കെ പേടിയാണ്. ഞാൻ പറയും, ആരെങ്കിലും തരുന്ന കോലുമുട്ടായി നീ വാങ്ങിച്ച് കഴിക്കരുതെന്ന്. അപ്പോൾ അവൾ പറയും, ലോലിപോപ്പ് കഴിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമാണെന്ന്. ഇവളുടെ സ്വഭാവം കൊണ്ട് ഇവൾ കുറേയധികം ലോലിപോപ്പ് കഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. അങ്ങനെ തന്നെയായിരുന്നു മാഡം അവളുടെ സ്വഭാവം. കോളേജ് വെച്ച് വീട്ടുകാരറിയാതെ ഞാനറിയാതെ പല ആണുങ്ങളുടെ കൂടെയും പലപ്പോഴും ചുറ്റിക്കറങ്ങുമായിരുന്നു. എടി, നിനക്ക് ഒരുത്തനെ അങ്ങ് പ്രേമിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവൾ പറയും, പിന്നെ ഒരുത്തൻ 100 ആണുങ്ങൾ പുറകെ നടക്കുമ്പോൾ അതിൽ കൊള്ളാവുന്ന ഒരു 10 പേരെങ്കിലും നമ്മൾ പ്രേമിക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം എന്ന് പറയുന്ന ടൈപ്പാണ്. വീട്ടുകാർ ഇതറിയാതിരിക്കാൻ ഞാനും ശ്രമിച്ചു. കാര്യം അവൾക്ക് കുറ്റമാണെങ്കിൽ എനിക്കും കുറ്റം പറഞ്ഞ ടൈപ്പുകളാണ് വീട്ടുകാർ. ഇങ്ങനെ പലരുമായി ചുറ്റിക്കറങ്ങി നടന്ന എൻ്റെ അനിയത്തി ആരോടും പറയാതെ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ചേരുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയി മാഡം. എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു അത്. എനിക്കും അത്ഭുതമായിരുന്നു. ഇവൾ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആരുടെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത്, ഒരു പിടിയുമില്ല. മാസങ്ങളോളം അവളെ തിരഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് ഭോപ്പാലിലോ ആ ഭാഗത്ത് വെച്ചും കണ്ടാണ് കണ്ടുപിടിച്ചത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാര്യം ഇവളുടെ പുറകെ ഒത്തിരി സുന്ദരന്മാർ നടന്നിരുന്നു. പക്ഷേ ഓടിപ്പോയത് മാവില് ചപ്പിയ മാങ്ങ പോലൊരു ചെക്കൻ്റെ കൂടെ. എല്ലാവർക്കും ഷോക്കായത്. പിന്നെയും എനിക്കാണെങ്കിൽ അവളെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നി മാഡം. എവൻ്റെ കൂടെയൊക്കെ ഈ പെണ്ണ് എന്തിനാ ഒളിച്ചോടിപ്പോയത്? എന്ത് കണ്ടിട്ടാണോ ആവോ? എന്തെങ്കിലും കണ്ടു കാണുമായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. പിന്നീട് അവളുടെ ഒരനക്കവുമില്ലായിരുന്നു ഏകദേശം 1 വർഷത്തോളം. ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കും. എൻ്റെ അമ്മയെ വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ അമ്മ അവളെ ചാടിക്കും. ഇങ്ങനെ കുറച്ച് നാളൊക്കെ പോയി മാഡം. എൻ്റെ കല്യാണം ഏകദേശം ഉറച്ചിരിക്കുമ്പോഴാണ് ഇവൾ വീട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെയും കാല് പിടിച്ച് കരഞ്ഞു. അവളെ കൊണ്ടുപോയവൻ ന്യൂട്രൽ ഗൾഫിലേക്ക് കടന്നു. വിവാഹമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇവൾ ഗർഭിണിയുമാണ്. അതറിഞ്ഞപ്പോഴാണ് അവൻ 2 ആഴ്ചയ്ക്കുള്ളിൽ ഗൾഫിലേക്ക് കടന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരി കോഞ്ഞാട്ടയെ തിരിച്ചു വന്നു. ഞാനും അച്ഛനും അമ്മയൊക്കെ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എൻ്റെ കല്യാണം മാറിപ്പോകുമോ എന്ന് പോലും ഭയപ്പെട്ടു. കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ. അവസാനം ചെക്കൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്കതിൽ പ്രശ്നമില്ലായിരുന്നു. കാര്യം എൻ്റെ ഭർത്താവിനെ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീട്ടിലെ പേരുദോഷം പുള്ളി അങ്ങ് ഒതുക്കി തീർത്തു അവരുടെ വീട്ടുകാരുടെ മുന്നിൽ. ഇവളെയും കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്നൊരു ഡോക്ടറുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് എല്ലാം അങ്ങ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അവൾ വീട്ടിലിരിക്കുകയായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇവളുടെ കല്യാണം ആകുമ്പോഴേക്കും എന്തായാലും നീ ജോലി കണ്ടുപിടിക്കണം. ഇനി ഈ വീട്ടിൽ നല്ല വരുമാനം നീ കൊണ്ടുതരാതെ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. അതോടുകൂടി പുള്ളിക്കാരി ടൗണിലുള്ള ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കണ്ടാൽ സുന്ദരിയല്ലേ, അവളുടെ ഹിസ്റ്ററി ഒന്നും അറിയില്ലല്ലോ. ഉടനെ തന്നെ ജോലിയും കിട്ടി. അതുകൊണ്ട് വീട്ടുകാർ അവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചു. അതിനിടയ്ക്ക് എൻ്റെ കല്യാണവും കഴിഞ്ഞു. കല്യാണത്തിന് എന്നേക്കാൾ ശ്രദ്ധ കിട്ടിയത് അവൾക്കാണ്. നല്ല സാരിയൊക്കെ എടുത്ത് മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഏതോ സിനിമ സീരിയൽ നടിയാണെന്ന് പലരും വിചാരിച്ചു. എൻ്റെ ഭർത്താവ് പോലും പറഞ്ഞു, നിൻ്റെ അനിയത്തി സുന്ദരിയാണെന്ന്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ചോദിച്ചു, എന്താ അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെ സ്വഭാവമുള്ളൊരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കും? അവളുടെ യഥാർത്ഥ ഹിസ്റ്ററി എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എൻ്റെ ഭർത്താവ് എന്തായാലും അവളുടെ വലയിൽ വീടില്ലല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു. ഇവൾ ടൗണിലാണല്ലോ ജോലി ചെയ്യുന്നത്. ഭർത്താവിൻ്റെ വീട് ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെ മാത്രമാണ്. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ അവിടെ വന്നിട്ടാണ് ഇവൾ വീട്ടിലേക്ക് പോവുക. എൻ്റെ അമ്മായിയമ്മയ്ക്ക് ആദ്യം ഇവളെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അമ്മായിയമ്മയോട് സംസാരിച്ച് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ കടികളുമായി
കൊതിക്കെട്ടുമായിട്ടാണ് വരുന്നത്. അതൊക്കെ അവർക്ക് ഇഷ്ടം കൂട്ടി. ചില സമയത്ത് അമ്മായിമ്മ അടുക്കളയിലാണെങ്കിൽ അമ്മായിമ്മയോട് പറയും, അമ്മ പോയിരിക്കെ, ഞാൻ ചായ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പാലെടുത്ത് ചായ ഉണ്ടാക്കി അമ്മായിമ്മയ്ക്ക് കൊടുക്കും. പക്ഷേ ഇവൾ എന്തെടുത്താലും ഒരു കൈപ്പുണ്യുണ്ട് പാടും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മയ്ക്കൊരു ഇമ്പ്രഷനായി. ആ കൊച്ചിന് എന്തോ കൈത്തെറ്റി പറ്റിയതാണ്, അവൾ അറിയാത്തൊരുത്തിനോട് ഒളിച്ചോടിപ്പോയി, ഇപ്പം അവൾ നല്ലവളാണ്, അവൾക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞപ്പോൾ അവൾ പാഠം പഠിച്ചു, ഇനിയൊരു നല്ല വിവാഹം അവൾക്കുണ്ടാകണേ എന്നൊക്കെ എൻ്റെ അമ്മായിമ്മ പറയുന്ന പോലെ ആയി. ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി വിവാഹം പരാജയപ്പെട്ടു തിരിച്ചു വന്നു. അതല്ലാതെ ഡോക്ടറെ കണ്ട് ഒഴിവാക്കിയ കാര്യമൊന്നും അമ്മായിമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ആ ഒരു കൺസിഡറേഷൻ അവളോടുണ്ട്. എന്തായാലും ഞാനും ഓർത്തു, എൻ്റെ വീട്ടിലൊരു പെണ്ണല്ലേ, അവൾക്ക് പേരുദോഷം കുറഞ്ഞിരിക്കട്ടെ എന്ന്. എന്തായാലും എൻ്റെ ഭർത്താവ് വരുമ്പോഴും ഭയങ്കര ബഹുമാനമാണ്. ഭർത്താവിന് ചായ ഇട്ടൊക്കെ കൊണ്ട് കൊടുക്കാൻ അവൾ മിടിക്കുകയാണ് വൈകുന്നേരം. അതൊക്കെ അദ്ദേഹത്തിനും ഇഷ്ടമാണ്. എൻ്റെ ജീവിതം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി മാഡം. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ ഭർത്താവ് എന്നോട് പുതിയതായിട്ട് പല കാര്യങ്ങളും പരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. വീഡിയോ കാണിച്ചിട്ടാണ്, ഇങ്ങനെ നമുക്ക് പരീക്ഷിച്ചാലോ, വ്യത്യസ്തത വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ ആദ്യമുള്ള ഭർത്താവിൻ്റെ രീതിയാണ് ഇഷ്ടം. എനിക്ക് അധ്വാനിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അതുമാത്രമല്ല പല കാര്യങ്ങളും ഇഷ്ടവുമല്ല. ആദ്യം ഭർത്താവ് പറഞ്ഞ കാര്യം കേട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരും, അത് ശരിയാകില്ല, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഭർത്താവ് അത് ഓക്കെ നീ ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു. ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് പരാജയമായിരുന്നു ഫലം. അത് മാത്രമല്ല ഓക്കാനിച്ച് ഞാൻ ബാത്റൂമിലേക്ക് ഓടി മാഡം. അതോടുകൂടി ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും സ്വന്തം ഭർത്താവിനെ ഒത്തിരി ഇഷ്ടമാണ്. സ്ത്രീകൾക്ക് മാത്രം എല്ലാം എപ്പോഴും കിട്ടണം, പുരുഷൻ ജീവിതകാലം മുഴുവൻ അത് പിന്തുടരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. തിരിച്ച് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനിത് പറ്റില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഭർത്താവ് എന്നെ തെറി വിളിക്കുന്ന അവസ്ഥയായി. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. പലപ്പോഴും സ്നേഹത്തിലാണെങ്കിലും അതിനടുത്ത ദിവസം പൊട്ടിത്തെറികളിലാണ് തീരാറുള്ളത്. ഇതിനിടയ്ക്ക് എനിക്ക് വിശേഷമുണ്ടായി. അതറിഞ്ഞ് 1.5 മാസത്തിന് ശേഷം അത് പോവുകയും ചെയ്തു. ഭർത്താവിന് സന്തോഷമുണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിൽ എല്ലാം ഒന്ന് നിർത്തിയതാണ്. പിന്നെയും എന്നെ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. അങ്ങനെയായപ്പോൾ ക്ഷീണമാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കട്ടെ, എനിക്ക് വയ്യ വഴക്കിടാൻ. അങ്ങനെ ഞാൻ നിന്നു. പക്ഷെ ആ സമയത്തൊന്നും ഭർത്താവിനെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അമ്മ ഇടയ്ക്ക് പുള്ളിയെ വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളി നോർമലായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്നെ വിളിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചിട്ട് എടുത്തുമില്ല മാഡം. അങ്ങനൊരു ശീതസമരം ഞങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴും പുള്ളി നോർമലായിട്ട് സംസാരിച്ചുകൊണ്ട് ആദ്യമൊന്നും അവൾ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം പുള്ളിയെ ഞാൻ ഒത്തിരി വട്ടം വിളിച്ചു, എന്നിട്ടും എടുത്തില്ല. ആ സമയത്ത് എനിക്കങ്ങ് കരച്ചിൽ വന്നു. ഞാൻ ഇരുന്ന് കരയുകയായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് എൻ്റെ അനിയത്തി മുറിലേക്ക് കയറി വന്നത്. എന്താ ചേച്ചി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. പറ, എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ ചേട്ടനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു പ്രശ്നവുമില്ല, ഞാൻ വേറെ എന്തോ ഓർത്ത് കുട്ടി നഷ്ടപ്പെട്ട ഓർത്തം കരഞ്ഞതാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇതൊന്നുമല്ല, ഇത് വിരഹ ദുഃഖത്തിൽ കരഞ്ഞതാണ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് പുള്ളിയെ വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, പോ മാറിപ്പോന്ന്. അങ്ങനെ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്തോ പറഞ്ഞതായിരിക്കാം. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിലേക്ക് വന്ന് അവൾ കഥ കടച്ചു. ചേച്ചി, ഞാൻ ചേട്ടനോട് സംസാരിച്ചു. ചേട്ടൻ ആദ്യമൊന്നും ഒന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? ചേച്ചി ഭാര്യ എന്നുള്ള രീതിയിൽ ഒന്നും സഹകരിക്കുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഹാ, എന്നെക്കൊണ്ട് സഹകരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യേ, നീ വലിയ സഹകരണക്കാരിയല്ലേ, ഒത്തിരി ആണുങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നല്ലോ, നീ പോയി അങ്ങ് സഹകരിക്കുക, അങ്ങയുടെ സഹകരണ സംഘം നീ അങ്ങ് പുഷ്ടിപ്പെടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, ചേച്ചി എന്നെക്കുറിച്ച് തെറ്റായിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനാ തെറ്റായിട്ട് വിചാരിക്കുന്നത്? നിൻ്റെ സ്വഭാവം പണ്ട് തൊട്ടേ ഞാൻ കാണുന്നല്ലേ. കോളേജിൽ പഠിക്കുമ്പോൾ നിനക്ക് എത്ര ചെക്കന്മാരുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധമുണ്ടായിരുന്നു? എന്നിട്ട് അവസാനം നീ എന്തിനാണ് അതിലൊരു ഡൂക്ലി ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്? എന്താ നിനക്ക് പറ്റിയത്? അതാദ്യം നീ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സുന്ദരന്മാരുമായിട്ട് എനിക്ക് നല്ല റിലേഷൻഷിപ്പുമുണ്ട്. പക്ഷേ അവരാരും എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. അവർക്ക് വേണ്ടത് എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആരും കല്യാണം കഴിക്കണമെന്നില്ലായിരുന്നു. പക്ഷേ ഇവൻ എൻ്റെ പുറകെ നടന്നപ്പോൾ മുതൽ ആദ്യമേ പറയുന്നത് കല്യാണം കഴിക്കണം എന്നാണ്. ഞാനപ്പോൾ ഓർത്തു, എന്തോ ഒരു പ്രത്യേകത ഇവനുണ്ട്. അതുമാത്രമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവന് വലിയ സൗകര്യങ്ങളുണ്ട്. അവൻ്റെ പെങ്ങളുടെ
ജോലിയൊക്കെ അവിടെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ കയറി പറ്റാൻ എളുപ്പമാണത്രേ. അവർക്ക് പിടിപാടുണ്ട്. അപ്പോൾ എനിക്കും ജോലി കിട്ടും, അവനും ജോലി കിട്ടും. അങ്ങനെ നല്ല നിലയിലാകാം പെട്ടെന്ന്. അതല്ലെങ്കിൽ വിദേശത്ത് പോയി സെറ്റിലാകാം. സഹോദരി സഹായിക്കുമത്രേ. സഹോദര ഭർത്താവിനും പണമുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് ഒളിച്ചോടിപ്പോയത്. ജാതി വേറെ ആയതുകൊണ്ട് വീട്ടുകാരെ സമ്മതിക്കില്ലല്ലോ. എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എന്നോടുള്ള സ്നേഹം ഓർത്താണ് ഞാൻ ഒളിച്ചോടിപ്പോയത്. എന്നിട്ട് എന്താ പറ്റിയത്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. അവൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ അവിടെ ഉണ്ട്. അവർ ഈ പറഞ്ഞ രീതിയിൽ പണക്കാരൊന്നുമല്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് അവർക്ക് എന്തൊക്കെയോ ഉടായ്പ ബിസിനസ്സുകളും മറ്റും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പണം വരുന്നവരോ അല്ലെങ്കിൽ പിടിപാടുള്ളവരോ അല്ല. എല്ലാം ഒരു കള്ളത്തരമായിരുന്നു. ശരിക്കും ആ ചേട്ടനും ചേച്ചിക്കും എന്താ ബിസിനസ്സെന്ന് ചേച്ചിക്ക് പറയേണ്ട കാര്യമില്ലോ. അതിലേക്ക് എന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ അവിടെ പിടിച്ചു നിന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു ഹിന്ദിക്കാരനെ കാണുന്നത്. അങ്ങേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കൂടെ പോയി താമസിച്ചു. എടി, നീ എന്തായി കാണിച്ചത്? പിന്നെ എന്ത് ചെയ്യും? അവൻ്റെ ബംഗ്ലാവിൽ നന്നായിട്ട് ഞാൻ അടിച്ചു പൊളിച്ച് താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്നെ വിളിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ പിന്നെയും വന്നത്. ആ സമയത്ത് ഹിന്ദിക്കാരൻ വിട്ടില്ല. ഞാനിട്ട് പോയതുമില്ല. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഞാൻ പിന്നീട് അനുഭവിച്ചു. കാര്യം ഇങ്ങേർക്ക് കുഗ്രാമത്തിൽ നാട്ടിൽ ഏതോ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ പോയി ഇവരറിയിച്ച് അവരെല്ലാം കൂടെ വന്നു. അവസാനം എനിക്ക് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിരുന്നു. അയാളിൽ നിന്ന് എനിക്ക് ഡേറ്റ് എല്ലാം തെറ്റിയിരുന്നു. അങ്ങനെയാണ് ചേച്ചി ഞാൻ നാട്ടിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ കൊണ്ടുപോകാൻ്റെ കൊച്ചല്ലായിരുന്നോ അത്? അപ്പോൾ അവൾ അറിഞ്ഞല്ല. നീ പിന്നെ എന്തിനാണ് ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞത്? ചേച്ചി എല്ലാ സമയത്തും സത്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും നേടാനില്ല എന്നവൾ പറഞ്ഞു. ചേച്ചി ഈ കാര്യം പറ. ചേച്ചി ഇഷ്ടപ്പെട്ട് ശീലാവതി ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞതുപോലെ നിൽക്കാത്തത്? ഭർത്താവിന് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന പോലെ എനിക്കൊന്നും പറ്റില്ല മോളെ. അതെന്താ പറ്റാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഇടി എനിക്ക് ഛർദ്ദിക്കാൻ വരുവാണെന്ന്. ഷോ, ഇത് വല്ലാത്തൊരു കുഴപ്പമാണല്ലോ. അത് പോട്ടെ, നീ ഒളിച്ചോടിപ്പോയല്ലോ. അപ്പോൾ അവനുമായിട്ട് നിനക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന്? ഓ, അവൻ്റെ അടിമ പോലല്ലേ. അവന് വേണ്ടി ഇത്രയും ഇറങ്ങിച്ചിടാനൊന്നും എനിക്ക് പറ്റില്ല ചേച്ചി. അപ്പോൾ നിനക്ക് പറ്റില്ലോ, പിന്നെ നീ എന്തിനാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞ് എന്നോട് നിർബന്ധിക്കുന്നത്? ചേച്ചി, അവനോട് പറ്റുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഹിന്ദിക്കാരനല്ലേ, അങ്ങനെയുമായിട്ട് എനിക്കെല്ലാം പറ്റുമായിരുന്നു. ആക്ച്വലി എനിക്ക് വലിയ ഇഷ്ടവുമായിരുന്നു. അതെന്താടി, നീ സ്നേഹിച്ചു പോയ ആളോട് നിനക്കൊന്നും പറ്റില്ല, പക്ഷേ ഹിന്ദിക്കാരുമായിട്ട് പറ്റും. ആ, അത് പിന്നെ കാണുമ്പോഴുള്ള അട്രാക്ഷനില്ലേ, അതാണ്. നമുക്ക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും ചേച്ചി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിനക്ക് അവനോട് അട്രാക്ഷൻ ഇല്ലായിരുന്നോ? നിൻ്റെ ഭർത്താവിനോട് അട്രാക്ഷനുണ്ട്, പക്ഷേ ഇത്രയും അലിയാനുള്ള അട്രാക്ഷൻ ഇല്ല. പക്ഷേ ഹിന്ദിക്കാരൻ അങ്ങനെയല്ല. അവനെന്നോട് പറയേണ്ട കാര്യമില്ല. കണ്ട മാത്രയിൽ തന്നെ ഞാനങ്ങ് ഒരിക്കലും ഇല്ലാതായി പോയില്ലേ ആ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ തോന്നുമല്ലേ മോളേന്ന്? ആ, തന്നെ തോന്നണം. എനിക്കെന്താണ് എൻ്റെ ഭർത്താവിനോട് തോന്നാത്തത്? അത് ചിലപ്പോൾ ചേച്ചിക്ക് ഭർത്താവ് അത്ര സുന്ദരനായിട്ടോ അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടോ തോന്നിക്കാണില്ല, അതായിരിക്കും. പക്ഷേ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടനെ അടിമുടി ഇഷ്ടമാണെങ്കിൽ ചേട്ടനോട് എന്ത് ചേച്ചിക്ക് പറ്റും? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിയുടെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, വിവാഹ ജീവിതമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തേക്കാൾ കുളമാകും ചേച്ചിയുടെ ജീവിതം. അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല, വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതും ശരിയാണ്. ഇവളേക്കാൾ 3-ാം സ്ഥാനത്തേക്ക് ഞാൻ തള്ളപ്പെടും. പിന്നെ ചേച്ചിയോട് ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിന് വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകും. അയാൾ ഇതൊക്കെ കിട്ടുന്ന സ്ഥലം തേടി പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ചേച്ചിക്കൊരു കുഴപ്പമില്ലേ? ആ, എനിക്കൊരു കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു കാര്യം പറയാം. അങ്ങേരെ രഹസ്യമായിട്ട് ഏതെങ്കിലും സ്ത്രീയുമായിട്ട് ബന്ധം കാണും. അയാളുടെ ആഗ്രഹങ്ങൾ അയാളോട് തീർക്കുന്നുണ്ടാകും. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നോട് അങ്ങേർക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ചേച്ചിയുടെ പ്ലാൻ ഇനി എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്തെങ്കിലും വരട്ടെ, എനിക്കിങ്ങനൊരു ഭർത്താവ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. മാഡം, സത്യമായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവളിങ്ങോട്ട് പറഞ്ഞു, ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ വേണ്ടല്ലോ. ആ, വേണ്ട എങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞു, ആ, നീ എന്തെങ്കിലും വായിക്കൂ, നിനക്ക് അയാളെ ട്രൈ ചെയ്യാം, നിനക്ക് പറ്റിയ കക്ഷിയായിരിക്കും, ചെല്ലടി, ചെന്ന് കയറിക്കൊടുക്ക് എന്ന് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബാ, കെട്ടുപാട്ടൊക്കെ എടുക്ക്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമല്ലേ വലുത്? അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ശരി, ഞാൻ ഒന്ന് ചിന്തിച്ചു, എനിക്കിനി അതൊന്നും വേണ്ട, നീ ഇങ്ങ് വന്നാൽ മതി, നമ്മൾ പിരിയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ പിന്നെ പോയിക്കോളാന്ന് വെച്ചിട്ട് ഞാനും എല്ലാവരോടും
സാധാരണ രീതിയിൽ യാത്രയൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് പോയി. പിന്നെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വരാൻ കാര്യം? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമാണ്, നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ നാണക്കിടക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അല്ലാതെ എന്താ ചെയ്യുക? നിങ്ങളെൻ്റെ അനിയത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലയോ, അവൾ വന്ന് എന്നെ ഒത്തിരി ഉപദേശിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവൾ വിവരമുള്ള പെണ്ണാണ്, അവൾക്കൊരു അബദ്ധം പറ്റി, അത്ര മാത്രമേ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ നോക്കുമ്പോൾ നിന്നേക്കാൾ എന്തുകൊണ്ട് ബെറ്ററാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബെറ്ററാണ്, നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്തോളൂ, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അവൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് നിൻ്റെ ഭർത്താവിന് വേണ്ടല്ലോ, അതുകൊണ്ട് ചേച്ചി ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, നീ എടുത്തോ എന്ന് പറയുകയും ചെയ്തു എന്ന് ഭർത്താവിനോട് ഞാൻ തുറന്നു പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ ഭർത്താവ് പൊട്ടിച്ചിരിച്ചു. എന്തായാലും അവൾ നിന്നെ ഒത്തിരി സഹായിച്ചെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് സഹായിച്ചു? എടി, അത് കഴിഞ്ഞിട്ട് അവൾ എന്നെ ഫോൺ വിളിച്ചായിരുന്നു. എന്തായാലും നിനക്ക് എന്നെ വേണ്ട, അവൾക്കാണെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുണ്ട്, ചേട്ടൻ ഇതിനു വേണ്ടി ചേച്ചി നിർബന്ധിക്കേണ്ട കാര്യമില്ല, അതിന് പകരം എനിക്ക് വില്ലിങ്ങാണ്, ഒരു പ്രശ്നവുമില്ല, ചേച്ചി തിരിച്ചു വിളിക്കണമെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചത്? അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അവൾ പറഞ്ഞിട്ടല്ല, അവൾ എൻ്റെ കൂടെ ജീവിച്ചിട്ടാണെന്ന്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. തമാശക്ക് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ ബഹു കള്ളിയാണ്, എവിടെ എന്തുണ്ടോ അത് തേടി അവൾ പോകും. ഞാൻ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചിക്ക് ഭർത്താവിനോട് ഇനി താല്പര്യമില്ല, ഭർത്താവിനോട് ജീവിക്കാനും താല്പര്യമില്ല, പിന്നെന്താ ഞാൻ അനുവാദം ചോദിച്ചിട്ടല്ലേ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു, ശരിയാ, അവളിനോട് ചോദിച്ചതല്ലേ, പിന്നെന്ത് പറയാനാണ്? എനിക്ക് ആദ്യം ഇത്തിരി വിഷമമുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഓർത്തു എനിക്ക് പറ്റാത്തത് അവൾക്ക് പറ്റുന്നു, അത്രയേ ഉള്ളൂ, എൻ്റെ കുറവ് എൻ്റെ അനിയത്തി തന്നെ ശരിയാക്കി തന്നു, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാതായി. അവരെവിടെ വെച്ചാണ് കാണുന്നത്, എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഭർത്താവിനോട് നോർമലായിട്ട് പെരുമാറി മാഡം. അതിനിടയ്ക്ക് ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് 3 പേർക്കും കൂടി ഒരു ടൂറ് പോകാമെന്നും. ഞാൻ പറഞ്ഞു, വീട്ടുകാരഞ്ഞ് എന്ത് ചെയ്യുമെന്ന്, നമ്മൾ ടൂറിനാണ് പോകുന്നത്, അല്ലാതെ വേറൊന്നിനും അല്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ നല്ല തെറി പറഞ്ഞു. എന്തായാലും പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ പോയത് അമ്പലങ്ങളിലാണെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്കാണ് മാഡം, അങ്ങ് നെല്ലിയാമ്പതിയിൽ. അവിടെ ചെന്ന് റിസോർട്ടിൽ റൂം എടുത്തു. ഞങ്ങൾ 3 പേരും കൂടി ഒരു റൂമിലായിരുന്നു. അന്നാണ് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ അനിയത്തിയുടെയും തനിനിറം എനിക്ക് മനസ്സിലായത്. എന്നെപ്പോലല്ല മാഡം, ഞാനൊക്കെ ഒത്തിരി ചെറുതായി പോകുന്ന പോലെ തോന്നി. മദ്യം ഒന്നും കഴിക്കാൻ 2 പേർക്കും മടിയില്ല മാഡം. എൻ്റെ അനിയത്തി ഇങ്ങനൊരു പ്രത്യേക ടൈപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഭർത്താവും ഇത്രയും ഒരു വെകിളി പിടിച്ച ടൈപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോടുള്ളത് വളരെ സ്ലോ. ഇവളോട് അങ്ങനെയല്ല. ഇവർ തമ്മിൽ എന്തെല്ലാമാണ് കാണിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അനിയത്തിയാണെങ്കിൽ കുടിച്ച് മത്ത പിടിച്ച് എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി നാദസ്വരം ഊതുന്നത് കണ്ടിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. നാദസ്വരത്തിന് എത്ര തുളയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, 3-4 തുളകൾ കാണുമായിരിക്കും, 5ഓ 8ഓ കാണുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി നോക്കൂ, എൻ്റെ പെർഫോമൻസ് ഒറ്റത്തുള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് മാഡം മിടുക്കിയായി കുടുക്കയാട്ടിയത്. എനിക്കത് കണ്ട് അന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അവൾ എന്നേക്കാൾ പിടിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഞാൻ വിചാരിക്കുന്നേക്കാൾ വൈബ്രൻറ്റുമാണെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം അവർ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി മദ്യം കുടിച്ചു. അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോയി. അവർക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈ സമയത്തില്ലേ മാഡം എനിക്ക് മനസ്സിലായി ഇതെല്ലാം എൻ്റെ അനിയത്തിയുടെ സെറ്റപ്പാണെന്ന്. ആ റിസോർട്ടിലുള്ള പല സ്റ്റാഫുകൾക്കും എൻ്റെ അനിയത്തിയെ അറിയാം. അവളാണെങ്കിൽ ആ സമയത്ത് ഒരു ചെക്കനെ വിളിച്ചു വരുത്തി. 10-24 വയസ്സുള്ള ഒരാളാണ്, നല്ല സുന്ദരനായ ഒരു പയ്യൻ. അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആജ്ഞാപിച്ചു ഞാനുമായിട്ട് അടുത്ത് പെരുമാറാൻ. ചെക്കനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് കൈകൾ പൊക്കി തടയാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അനിയത്തിയും ഭർത്താവും അടുത്തിരുന്ന് നിർദ്ദേശങ്ങൾ കൊടുത്ത് കാഴ്ചക്കാരെ ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉള്ളിൽ ബോധമുണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആ ചെക്കനോട് ലഹരിയിലായിരിക്കാം എനിക്കും ഇഷ്ടമായി. ഞാനും എന്തൊക്കെയോ വഴി വിട്ട് പെരുമാറിയെന്ന് തോന്നുന്നു. എന്തായാലും ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവരത് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. പിന്നീട് ഞങ്ങൾക്കിടയിൽ നാണമോ മാനമോ പ്രശ്നങ്ങളോ സദാചാരമോ ഒന്നുമില്ലാതായി മാഡം. പിന്നീട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ വെച്ചൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അവർ നിർബന്ധിക്കാറില്ല. എങ്കിലും പുതിയൊരാളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പതുക്കെ പതുക്കെ അതിലേക്ക് ഞാനും വീണുപോയി.
ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രകളും മറ്റും വീട്ടുകാർക്ക് സംശയമായി. അവസാനം അവിടെ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞു, 2 സ്ത്രീകളെയും കൈവിടാൻ പറ്റില്ല. ചേട്ടത്തിയും അനിയത്തിയും ഇടവും വലമായി എൻ്റെ ഭർത്താവ് നടക്കുകയാണെന്ന് പറഞ്ഞ് നാട്ടിലും കാര്യങ്ങൾ പാട്ടായി. നാണക്കെടുകൊണ്ടോടെ നിൽക്കാൻ പറ്റില്ല, വീട്ടുകാരും ഇറങ്ങിപ്പോണം എന്നുള്ള രീതിയിലായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി. ഞങ്ങളിപ്പോൾ ടൗണിൽ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെ പിന്നെ അധികം ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ കൂടിയും ഞങ്ങൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ എനിക്കതിൽ ഒത്തിരി ദുഃഖമുണ്ട്. എൻ്റെ ഭർത്താവിനോ എൻ്റെ അനിയത്തിക്കോ അതിൽ ഒരു പ്രശ്നവുമില്ല. അവർ എപ്പോഴും സന്തോഷമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ പുതിയ പുൽമേടുകളിൽ പോകാനും അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. മേഞ്ഞു നടക്കാൻ ഞാനും പോകാറുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ ഓർക്കും, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഫാമിലിയും മറ്റു ബന്ധുക്കളെയും ഒക്കെ വിട്ടല്ലോ എന്ന്. എന്താണ് ഈ ബന്ധത്തിൻ്റെ ഭാവി എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. ചില സമയത്ത് കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നൊരു സമയത്താണ് മാഡത്തിന് ഞാൻ മെയിൽ അയക്കുന്നത്. മാഡത്തിൻ്റെ അഭിപ്രായം പറയണം എന്നാണ് ഈ ഒരു മെയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലക്ഷ്യങ്ങളില്ലാതെ കടിഞ്ഞാൻ പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പോകുന്നൊരു ജീവിതം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. പക്ഷേ പലർക്കും ഭാര്യ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പാർട്ണറുണ്ട്. 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാനൊന്നും ഇപ്പോഴത്തെ നിയമം ഒരു പുരുഷനെ അനുവദിക്കുന്നില്ല. എങ്കിൽ കൂടിയും അങ്ങനെ ചേട്ടത്തി അനിയത്തി അല്ലെങ്കിൽ സഹോദരന്മാർ ഭർത്താക്കന്മാരായിട്ടൊക്കെ ഇവിടെ പല വിചിത്ര ബന്ധങ്ങളും തട്ടും മുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ എല്ലാന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ സദാചാരമോ നിയമമോ ഒന്നുമല്ല പ്രശ്നം. അവർ തമ്മിലുള്ള കോർഡിനേഷനാണ്. അവർ 3 പേര് സെറ്റാണ്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കള്ളത്തരമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോകും. ഇനി നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായി കഴിഞ്ഞാൽ അത് കുളമാകും എന്നേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് പ്രശ്നമില്ല. ഇതിൽ നിങ്ങൾ തന്നെ ദുഃഖിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ആദി ബൂതി മിളക. ഒന്നുകിൽ അവരെ പോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേണം. ഒരു ലക്ഷ്യവുമില്ല. ചുമ്മാ കാട്ടിൽ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടുകളെ പോലെ പറന്നു പോകുന്നത്. എവിടെയെങ്കിലും പോയി വീഴും, എവിടെയെങ്കിലും വിധ പൊട്ടും, അവിടെ വളരും, പോകുന്നിടം വിഷ്ണുലോകം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു അഴകുഴഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് നേർമയായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിച്ച് ഒന്നുകിൽ അവരെ തിരുത്തുകയോ അല്ലെങ്കിൽ അവരെ പിരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്വന്തമാക്കി സാധാരണ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുക. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ജീവിതം നടത്തി മുന്നോട്ട് പോവുക. അതിൽ റിഗ്രറ്റുകൾ പാടില്ല, ദുഃഖങ്ങൾ പാടില്ല. ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നേരിടും എന്നുള്ള രീതിയിൽ സമീപിച്ച് പോയെങ്കിൽ മാത്രമേ ഇത്തരം ഒരു വിചിത്രമായ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. വിചിത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വിചിത്രമായിരിക്കാം. ചിലപ്പോൾ അകത്ത് കോംപ്ലിക്കേഷൻസ് കാണാം, ചിലപ്പോൾ സിമ്പിളുമായിരിക്കാം. ചിലപ്പോൾ അനിയത്തി വലിയൊരു മലങ്കൂള കിട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടിയായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ജീവിതം വേറൊരു ടെസ്റ്റിലേക്ക് പോയേക്കാം. അപ്പോൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കേണ്ട ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ഥിതി വെച്ച് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്കിതിനെ അനുകൂലിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമാണല്ലോ.